അസ്സലാമു അലൈക്കും. നമ്മളിന്ന് ചെയ്യാൻ പോണത് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു സ്നാക്സാണ് കേട്ടോ. നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ഇത് കുറേ ദിവസം എടുത്തു വെച്ചാലും കേടൊന്നും വരില്ല കേട്ടോ. അപ്പം ഇത് കുറച്ച് ചേരുവ മതി, 2-3 ചേരുവ വെച്ചിട്ട് നമ്മളിത് ചെയ്യണേ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. നമ്മളിതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ മക്കൾക്ക് കൊടുക്കാനുള്ളതാകുമ്പോൾ ഏറ്റവും നല്ലത് ഗോതമ്പ് പൊടിയിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇതിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. നാടൻ മുട്ടയാണെങ്കിൽ 1 മുട്ട മതി, അല്ലെങ്കിൽ 2 മുട്ടയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 4-5 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ചേർക്കാം. ഞാനൊരു 4 ടീസ്പൂണാണ് ചേർത്തത്. ഏലക്കായ ഒരു 3-4 ചേർത്ത് കൊടുക്കാം. വലിയ ഏലക്കായ ആണെങ്കിൽ 2 മതി. ഞാൻ ചെറുതായതുകൊണ്ട് ഒരു 4 എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കണത്. നിങ്ങളുടെ അടുത്ത് മിൽമൻ്റെ നെയ്യ് ഉണ്ടെങ്കിൽ അതൊരു സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളത് പുട്ടിനെ കുഴക്കണത് പോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കും പോലെ കുഴച്ചിട്ടെടുക്കുക. വെള്ളം കൂടാൻ പാടില്ല. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. നമുക്ക് ഉടനെ തന്നെ ഇത് പരത്തിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ പഞ്ചസാരയൊക്കെ അലിയുമ്പോൾ അത് പിന്നെയും മാവായാൻ തുടങ്ങും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയാണ് മുറിച്ചെടുക്കണത്, ചെറുതാക്കിയിട്ട്. ഇത് ഇത്ര കട്ടി മതി കേട്ടോ, അപ്പോഴാണിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. കട്ടി കൂടുന്നതിനനുസരിച്ച് അത് നമുക്ക് ക്രിസ്പിനെസ് കുറയും. നമുക്കിത് കുറേ ദിവസം എടുത്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചിട്ട് കോരണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്താലും മതി. തീ ചെറുതാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാം പൊരിച്ചു കോരുകയാണ്. നമ്മളിതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.